Hello students, to prove the result connected with a large box. A subset of X is a large box if and only if it is the intersection of finite number of walls. Large box is a box for all except finitely many sides are equal to respective full spaces xi. Product bi എന്ന് എഴുതാം. bi എല്ലാം subset of xi ആണ്. bi equal to xi for all I element of എല്ലാം ഫുള്ളാണ്. I1 I2 IN ഒഴികെ ബാക്കി എല്ലാ സബ്സ്ക്രിപ്റ്റ്സിനും ബി ഐ ഈക്വൽ ടു എക്സ് ഐ ആണ്. അപ്പോൾ BI1 BI2 BIN മാത്രമേ ഫുൾ അല്ലാത്തുള്ളൂ. Now we have to prove that large box is the intersection of finite number of walls. മുമ്പേ നമ്മൾ പ്രൂവ് ചെയ്തത് ബി ഈക്വൽ ടു ഇന്റർസെക്ഷൻ പൈ ഐ ഇൻവേഴ്സ് ഓഫ് ബി ഐ എന്ന് എഴുതുന്ന എല്ലാ വോൾസും ഡബ്ല്യു ഐ ഈക്വൽ ടു പൈ ഐ ഇൻവേഴ്സ് ഓഫ് ബി ഐ എന്ന് എഴുതി അവരുടെ എല്ലാവരുടെയും ഇന്റർസെക്ഷൻ ആണ് നമ്മൾ മുമ്പിലത്തെ ബോക്സിന്റെ കേസിൽ പ്രൂവ് ചെയ്തത്. ഇപ്പം നമുക്ക് ഫൈനൈറ്റ് മതി. ആ ഫൈനൈറ്റ് ഇതാണ്. I1 I2 IN കറസ്പോണ്ടിങ് ആയിട്ട് പൈ ഐ ജെ ഇൻവേഴ്സ് ഓഫ് ബി ഐ ജെ, പൈ I1 ഇൻവേഴ്സ് ഓഫ് ബി I1, പൈ I2 ഇൻവേഴ്സ് ഓഫ് ബി I2, പൈ IN ഇൻവേഴ്സ് ഓഫ് ബി IN അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്തു. WI1 WI2 WIN അത് എഴുതി വെച്ചു. ഈ WIN WI1 WI2 WIN ഇന്റർസെക്ഷൻ മതി നമ്മുടെ ലാർജ് ബോക്സ് ഫോം ചെയ്യാൻ. ഫുൾ സ്പേസസ് സൈഡായിട്ട് വന്ന് ഉപയോഗിക്കേണ്ട, ബാക്കി മതി. വി പ്രൂവ് ദാറ്റ് ബി ഈക്വൽ ടു ഇന്റർസെക്ഷൻ അല്ലെ WI1 ഇന്റർസെക്ഷൻ WI2 ഇന്റർസെക്ഷൻ WIN ആണ് ശരിക്കും. WI1 ഇന്റർസെക്ഷൻ WI2 ഇന്റർസെക്ഷൻ ഏതാണെന്ന് മനസ്സിലായില്ലേ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സെട്ര ഇന്റർസെക്ഷൻ WIN ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെ ഷോർട്ടായിട്ട് എഴുതുമ്പോൾ ഇന്റർസെക്ഷൻ ജെ ഈക്വൽ ടു WIJ. ഇത് ഈ സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അതിന് എക്സ് എലമെന്റ് ഓഫ് ബി എടുത്തു. എക്സ് ബിയിലാന്ന് പറഞ്ഞാൽ ബി പ്രോഡക്റ്റ് ബി ഐ പൈ ഐ ഓഫ് എക്സ് എലമെന്റ് ഓഫ് ബി ഐ ഫോർ ഓൾ ഐ എന്നുണ്ട്. പക്ഷെ ഇതിൽ രണ്ട് തരത്തിലാണ്. കുറെ ബി ഐ എക്സ് ഐ അവിടെ എല്ലാ പോയിന്റ്സും ഉണ്ട്. ഫുൾ സ്പേസസിൽ എല്ലാ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സും ഉണ്ട്. അവിടെ എഴുതേണ്ട കാര്യമൊന്നും ഇല്ല, അവിടെ ഉണ്ട്. So pi ij x element of bij in particular for j equal to 1, 2, etc. n. Pi i1 x bi1 ലായിരിക്കും, pi i2 x bi2 ലായിരിക്കും. അങ്ങനെ വരും. അങ്ങനെയെങ്കിൽ x എവിടെയാ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പൈ ഐ ജെ ഇൻവേഴ്സ് ഓഫ് ബി ഐ ജെ എന്ന് പറയുന്നത് WIJ ആണ്. WIJ ഫോർ ജെ ഈക്വൽ ടു 1, 2, etc. n. അത് വരുന്നത് കൊണ്ട് എക്സ് ഇതിൻ്റെ അകത്തെല്ലാം ഉള്ളത് കൊണ്ട് എക്സ് ഇന്റർസെക്ഷനിലുണ്ട്, എക്സ് ബിയിലുണ്ട്, ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് അല്ല ഇന്റർസെക്ഷനിലും ഉണ്ട്. എക്സ് എലമെന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഐ ഈക്വൽ ടു ജെ ഈക്വൽ ടു 1 to n WIJ. അപ്പൊ എക്സ് ബിന്ന് എടുത്ത എക്സ് ഇന്റർസെക്ഷനിലുണ്ട്. ഇനി എക്സ് ഇന്റർസെക്ഷനിൽ നിന്ന് എടുത്ത എക്സ് WIJകളിലെല്ലാം ഉണ്ട്. അത് I1 I2 IN എക്സ് പൈ ഐ ജെ ഇൻവേഴ്സ് ഓഫ് ബി ഐ ജെയിലുണ്ടെന്നാ. അപ്പൊ പൈ ഐ ജെ എക്സ് ബി ഐ ജെയിലുണ്ട്, I1 I2 IN. അല്ലാത്തടത്തെ പൈ ഐ ജെ എക്സ് അതിന്റെ ബി ഐ എന്ന് പറയുന്നത് എക്സ് ഐ തന്നെയാണ്. ബി ഐ ഈക്വൽ ടു എക്സ് ഐ ആണ്, അവിടെ ഉണ്ട്. അതുകൊണ്ട് പൈ ഐ ഓഫ് എക്സ് എലമെന്റ് ഓഫ് ബി ഐ ഫോർ ഓൾ ഐ കിട്ടും. അപ്പൊ പൈ ഐ ഓഫ് എക്സ് റെസ്പെക്റ്റീവ് ബി ഐസിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സംശയമില്ല. ബി ഐ ഈക്വൽ ടു എക്സ് ഐ ആകുമ്പോൾ സംശയമില്ല. അല്ലാത്തടത്ത് ഈ ഇന്റർസെക്ഷനിൽ ഉള്ളതുകൊണ്ട് ഇത് കിട്ടുകയും ചെയ്യും. അപ്പൊ എക്സ് എലമെന്റ് ഓഫ് ബി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സബ്സെറ്റ് ഓഫ് എക്സ് ഈസ് എ ലാർജ് ബോക്സ് അത് തന്നാൽ ഇന്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് വോൾസ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്ത്. ഇനി ഇന്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് വോൾസ് ആണെങ്കിൽ അതൊരു ലാർജ് ബോക്സ് ആണെന്ന് നമ്മൾ മുമ്പേ ഇതുപോലെ ഈ വേരിയേഷനെ ചെയ്യാനുള്ളൂ. പ്രോഡക്റ്റ് എടുക്കുമ്പം ഓൾ എക്സെപ്റ്റ് ഫൈനൈറ്റ്ലി മെനി സൈഡ്സ് ആർ ഫുൾ സ്പേസസ്. കുറച്ചെണ്ണവേ ഷോർട്ട് സൈഡ്സ് ഉള്ളൂ. ഷോർട്ട് സൈഡ്സ് എന്ന് പറയാൻ നമുക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഷോർട്ട് സൈഡ്സേ ഉള്ളൂ, ബാക്കിയെല്ലാം ഫുൾ ആണ് സൈഡ്സ്. അതാണ് ലാർജ് ബോക്സിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കി ആ വേരിയേഷൻ ചെയ്താൽ മതി. അപ്പൊ ഒരു പാർട്ട് ഞാൻ ചെയ്തു, അടുത്ത പാർട്ടിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഞാൻ നോട്ട്സ് എഴുതി തരാം. അല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. അത് രണ്ടുകൂടെ ഒരുമിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആദ്യത്തെ പാർട്ട് ബോക്സ് ഇഫ് ആൻഡ് ഓൺലി ഇറ്റ് ഇസ് ഇന്റർസെക്ഷൻ ഓഫ് ഫാമിലി ഓഫ് ഹോൾസ് പ്രൂവ് ചെയ്യുക. കൺസിഡറിങ് ഓൺലി ദ ഷോർട്ട് സൈഡ്സ് ലാർജ് ബോക്സിന് ഓഫ് ദ ലാർജ് ബോക്സ് വി ക്യാൻ പ്രൂവ് ദ അതർ പാർട്ട്. രണ്ടോട് ഒരുമിച്ച് ആയിരിക്കുന്നെങ്കിൽ അത് എഴുതിയാലും മതി. ഇല്ലെങ്കിൽ വേരിയേഷൻ ഇതാണ്. അല്ലെങ്കിൽ ലാർജ് ബോക്സിന്റെ ഡെഫിനിഷൻ ഒന്ന് കൊടുക്കുക. കൺസിഡറിങ് ദ ഷോർട്ട് സൈഡ്സ് ഓൺലി വി ക്യാൻ. ഷോർട്ട് സൈഡ്സ് മാത്രമേ ഇപ്പൊ പരിഗണിച്ചുള്ളൂ. ബി ഈക്വൽ ടു ഇന്റർസെക്ഷൻ WI ഫോർ ഓൾ ഐ എലമെന്റ് ഓഫ് ഐ എഴുതുന്നതിന് പകരം ഷോർട്ട് സൈഡ്സ് മാത്രം ഇപ്പോൾ ഇന്റർസെക്ഷൻ ജെ ഈക്വൽ ടു WIJ മാത്രമേ നമുക്ക് എഴുതാനുള്ളൂ. അങ്ങനെയും പ്രൂഫ് കൊടുക്കാം. അപ്പൊ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചാലാണ് സെപ്പറേറ്റ് ആയിട്ട് പ്രൂഫ് എഴുതേണ്ട ആവശ്യം വരിക. അപ്പൊ ഇതാണ് വ്യത്യാസം. BI ഈക്വൽ ടു എക്സ് ഐ
ഫോർ ഓൾ ഐ എലമെന്റ് ഓഫ് ഐ മൈനസ് I1. ഇതാണ് നമുക്ക് വരാൻ പോകുന്ന വ്യത്യാസം. അത് മാത്രമേ എഴുതി ചേർക്കാനുള്ളൂ, അങ്ങനെ ഗ്രൂപ്പ് കൊടുക്കാം. ഇത് പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന്റെ ഈ തിയറത്തിന്റെ ഒരു കൊറോളറി ഉണ്ട്. ഇന്റർസെക്ഷൻ ഓഫ് ഫാമിലി ഓഫ് ബോക്സസ് ഈസ് എ ബോക്സ് ആൻഡ് ഇന്റർസെക്ഷൻ ഓഫ് ഫാമിലി ഓഫ് finite number of large boxes is a large box. First we are going to prove that intersection of family of boxes, intersection of boxes, short and intersection of notation is intersection of boxes is a box. Family of boxes എന്നൊക്കെ അവിടെ പറഞ്ഞേക്കുന്നത് is a box. അതിന് നമ്മളുടെ ഈ തിയറം ഉപയോഗിച്ചാണ്. നമ്മളുടെ തിയറത്തിന്റെ ആദ്യത്തെ പാർട്ട് എന്തായിരുന്നു? ബോക്സ് എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ ഓഫ് box equal to intersection of walls. അപ്പൊ ഇന്റർസെക്ഷൻ ഓഫ് ബോക്സസ് എന്ന് പറയുന്നത് ഇത് കുറെ ബോക്സിന്റെ ഇന്റർസെക്ഷൻ, അതും ഇന്റർസെക്ഷൻ ഓഫ് വാൾസ് തന്നെയാണ്. ഇന്റർസെക്ഷൻ ഓഫ് വാൾസ്. ഇപ്പോ നമ്മള് സബ്സെറ്റ് ഈസ് എ ബോക്സ് ഇംപ്ലൈസ് ഇന്റർസെക്ഷൻ ഓഫ് ഫാമിലി ഓഫ് വാൾസ്. അതായത് ബോക്സ് ഇംപ്ലൈസ് ഇന്റർസെക്ഷൻ ഓഫ് വാൾസ്, അത് ഉപയോഗിച്ചു. ഇപ്പൊ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഇന്റർസെക്ഷൻ ഓഫ് ബോക്സസ് എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ ഓഫ് വാൾസ് ആണ്. ഇനി തിയറം തിരിച്ച് അപ്ലൈ ചെയ്തേ. ഇന്റർസെക്ഷൻ ഓഫ് ഫാമിലി ഓഫ് വാൾസ് ഈസ് എ ബോക്സ്. ഇന്റർസെക്ഷൻ ഓഫ് വാൾസ് ഇംപ്ലൈസ് ഇന്റർസെക്ഷൻ ഓഫ് വാൾസ് എന്ന് പറഞ്ഞാൽ അതൊരു ബോക്സ് ആണ്. ഇപ്പൊ ഇന്റർസെക്ഷൻ ഓഫ് ബോക്സസ് ആണ് ഇന്റർസെക്ഷൻ ഓഫ് വാൾസ് കിട്ടിയത്. ഇന്റർസെക്ഷൻ ഓഫ് ബോക്സസ് ഈസ് എ ബോക്സ് എന്ന് കിട്ടി. ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ഓഫ് വാൾസ് ആണ്. പല ബോക്സ് ആണെങ്കിലും അത് ഇന്റർസെക്ഷൻ ഓഫ് വാൾസ് ആണ്. ഇന്റർസെക്ഷൻ ഓഫ് വാൾസ് അത് എത്ര എണ്ണമായാലും അതൊരു ബോക്സ് ആണെന്നാണ് തിരിച്ചു പ്രൂവ് ചെയ്യാൻ പറ്റുക. സോ ഇന്റർസെക്ഷൻ ഓഫ് ബോക്സസ് ഈസ് എ ബോക്സ്. അതുപോലെ തന്നെ ലാർജ് ബോക്സിന്റെ കാര്യവും പ്രൂവ് ചെയ്യാം. ഇന്റർസെക്ഷൻ ഓഫ്, പക്ഷെ എണ്ണം ഫൈനൈറ്റ് ആയിരിക്കണം. ഇന്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് ലാർജ് ബോക്സസ് ഈസ് എ ലാർജ് ബോക്സ്. അപ്പൊ ഒരു ലാർജ് ബോക്സ് എന്ന് പറഞ്ഞാല് ഇന്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാൾസ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇന്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാൾസ്. ഇപ്പൊ ഇന്റർസെക്ഷൻ ഓഫ് ലാർജ് ബോക്സസ് ആണ് ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ എടുക്കുന്നത്. ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് ലാർജ് ബോക്സസ് എന്ന് പറയുന്നത് ഒരു ലാർജ് ബോക്സ് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാൾസിന്റെ, ഇതും ഫൈനൈറ്റേ ഉള്ളൂ. അപ്പം ഒരെണ്ണത്ത് 10 എണ്ണം, പിന്നത്തത് 20 എണ്ണം, പിന്നത്തത് 30 എണ്ണം, അങ്ങനെ ഫൈനൈറ്റേ ഉള്ളൂ. സോ that will be the intersection of finite walls. കുറെ ഫൈനൈറ്റ് കൂട്ടി വെച്ചാൽ ഇപ്പൊ ഫൈനൈറ്റ് വാൾസിന്റെ ഇന്റർസെക്ഷൻ ആണ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് വാൾസിന്റെ ഇന്റർസെക്ഷൻ തിരിച്ചു പോയാൽ ലാർജ് ബോക്സ് ആണ്. ഇപ്പൊ അപ്ലൈ ചെയ്തത് ലാർജ് ബോക്സിന്റെ തീരത്തിന്റെ നെസസറി പാർട്ടാണ് ഇപ്പൊ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇപ്പൊ കിട്ടിയത് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാൾസിന്റെ ഇന്റർസെക്ഷൻ ആണ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് വാൾസിന്റെ ഇന്റർസെക്ഷൻ ആണ് ലാർജ് ബോക്സ് ആണ്. തിരിച്ചും റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇത് തിരിച്ച് ലാർജ് ബോക്സിലേക്ക് പോകും. സോ ഇന്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ലാർജ് ബോക്സസ് ഈസ് എ ലാർജ് ബോക്സ്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഈ തിയറത്തെയാണ്. സബ്സെറ്റ് ഓഫ് എക്സ് ഈസ് എ ബോക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഇന്റർസെക്ഷൻ ഓഫ് വാൾസ്. അതാണ് ആദ്യത്തിന് വേണ്ടി ഉപയോഗിച്ചത്. സബ്സെറ്റ് ഓഫ് എക്സ് ഈസ് എ ലാർജ് ബോക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഇന്റർസെക്ഷൻ ഓഫ് രണ്ട് ഇഫ് ആൻഡ് ഓൺലി രണ്ട് പാർട്ട് ഉപയോഗിക്കുന്നത്. ഇന്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാൾസ് എന്നുള്ളത് രണ്ടും ഉപയോഗിച്ചിട്ട് അത് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇന്റർസെക്ഷൻ ഓഫ് ബോക്സസ് ഈസ് എ ബോക്സ് എന്ന് പറയുമ്പോൾ സബ്സെറ്റ് ഓഫ് എക്സ് ഈസ് എ ബോക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഇന്റർസെക്ഷൻ ഓഫ് ഫാമിലി ഓഫ് വാൾസ് എന്നുള്ളതിന്റെ നമ്മൾ കൊടുത്ത 3 പാർട്ടിലായിട്ട് പ്രൂവ് ചെയ്ത ആ പ്രൂഫ് കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഇത് വെറുതെ തിയററ്റിക്കലായിട്ട് എഴുതി വെച്ചാൽ മതി. അപ്പൊ ഇതാണ് മറ്റൊരു തിയറം. ഇന്റർസെക്ഷൻ ഓഫ് ബോക്സസ് ഈസ് എ ബോക്സ്. ഇന്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ലാർജ് ബോക്സസ് ഈസ് എ ലാർജ് ബോക്സ് എന്നുള്ള 2 റിസൾട്ടുകൾ കൂടി നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്യും. ഇനി ഒരു റിസൾട്ടും കൂടി ഇവിടെ ചെയ്യാനുള്ളൂ. ഡെഫിനിഷൻസ്, ഒരു ഡെഫിനിഷൻ ഉണ്ട്. 1.8 ഒരു ഡെഫിനിഷനാണ്. 1.6 തുടങ്ങിയുള്ള റിസൾട്ടുകളാണ്. നമ്മൾ നേരത്തെ ഡെഫിനിഷൻസ് ആയിരുന്നു ചെയ്തത്. ബോക്സ്, ലാർജ് ബോക്സ്, ഓള്, ആ ഡെഫിനിഷൻസ് ഒക്കെയാണ് 1.5 വരെ ഉണ്ടായിരുന്നത്. ഈ പ്രോഡക്ട്സ് ആൻഡ് കോ പ്രോഡക്ട്സിന്റെ മൊഡ്യൂള് ചാപ്റ്റർ 8 KD ജോഷിയുടെ പുസ്തകത്തിൽ നിന്ന് എടുത്തത്. KD ജോഷിയുടെ പുസ്തകമൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ നിങ്ങൾക്ക് PDF കിട്ടി കാണും. വെറുതെ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പൊ അതിലെ ചാപ്റ്റർ 8 1.5 വരെയുള്ളത് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. 1.6 തുടങ്ങി 1.9 വരെ ഞാനത് റിസൾട്ടുകളായിട്ട് നിങ്ങളെ എഴുതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ടെക്സ്റ്റ് PDF കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അയച്ചു തരാം. ആരെങ്കിലും ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഒരു തിയറവും കൂടി ഇവിടെ ഉള്ളൂ, ഒരു കുഞ്ഞു ഡെഫിനേഷനും കൂടെ ഉണ്ട്, നമുക്കുടനെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.